പഠിക്കണമെന്ന് വിചാരിച്ചിട്ട് ഫോൺ എടുത്തതാണ്. പക്ഷേ ഇൻസ്റ്റ ഓപ്പൺ ചെയ്ത് റീൽസ് കണ്ട് ഇപ്പോൾ ഒരു മണിക്കൂർ പോയതറിഞ്ഞില്ല. യൂട്യൂബ് വീഡിയോ കണ്ട് പഠിക്കണമെന്ന് കരുതി ഫോൺ എടുത്താലും ഷോർട്സ് കണ്ടുകൊണ്ട് സമയം പോകുന്നത് അറിയുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മിക്കവാറും നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മളെ പിടിച്ചിരുത്തുന്ന ഫോട്ടോസ്, വീഡിയോസൊക്കെ ആവും നമ്മളുടെ ഫീഡിൽ വരിക. അതുകൊണ്ട് തന്നെ എത്ര സമയം സ്പെൻഡ് ചെയ്തു എന്ന് നമുക്ക് ഒരു ബോധവും ഉണ്ടാവില്ല. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ നമ്മളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അല്ലെങ്കിൽ സെലിബ്രിറ്റീസൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ്, വീഡിയോസൊക്കെ കണ്ടിട്ട് നമുക്കും അതുപോലെ പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യാനും ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ വാരിക്കൂട്ടാനും ഒക്കെ എപ്പോഴും ട്രൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വൈ ഈസ് ദിസ് ഹാപ്പനിങ്? വൈ വി ആർ ദിസ് മച്ച് അഡിക്റ്റഡ് ടു സോഷ്യൽ മീഡിയ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സോ വിതൗട്ട് എനി ഡിലേ, ലെറ്റ്സ് ഡു ഇറ്റ്. നമ്മളുടെ ബ്രെയിൻ എപ്പോഴും അധികം എഫേർട്ട് എടുക്കാതെ എന്നാൽ നല്ല പ്രശംസയോ മറ്റ് റിവാർഡ്സോ ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. കുറച്ച് മടിയാനാണ് ആൾ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇത് വളരെ എളുപ്പത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൈക്സ്, വാച്ച് ഹവേഴ്സ് എല്ലാം അനലൈസ് ചെയ്ത് നമുക്ക് ഏത് തരത്തിലുള്ള കോണ്ടൻറ്റ്സ് ആണ് ഇഷ്ടപ്പെടുക എന്ന് മനസ്സിലാക്കുകയും അതുവഴി നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള കോണ്ടൻറ്റ്സ് അതും എൻഡ്ലെസ് ആയിട്ട് നമുക്ക് മുന്നിൽ എത്തിക്കുകയുമാണ് സോഷ്യൽ മീഡിയാസ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയാസിൻ്റെ അൽഗോരിതംസ് ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനോ കാണാനോ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സമയം പോകുന്നത് അറിയുകയുമില്ല. ഇത് തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ ആപ്ലിക്കേഷൻസിൻ്റെയും ആവശ്യവും. നമ്മളുടെ ടൈം മാക്സിമം അവർക്കായിട്ട് സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഫുൾ ടൈം ഈ സോഷ്യൽ മീഡിയ ആപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ നോളജ് അല്ലെങ്കിൽ ലൈഫ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാം. ലൈക്ക് കുക്കു FM. ഇതിലൊരുപാട് ഓഡിയോ ബുക്സ് അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ റീസെൻ്റ്ലി കേട്ട കുറച്ച് ബുക്സാണ് ഹീലിംഗ് പവർ ഓഫ് മെഡിറ്റേഷൻ, ദ പവർ ഓഫ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഇച്ചിഗോ ഇച്ചി, ആൻഡ് അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്തു. പിന്നെ ഇതിലെ കുക്കു ബൈറ്റ്സ് എന്ന ഫീച്ചർ വെച്ചിട്ട് അറൗണ്ട് ഒരു 50 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് ഓഡിയോ ബുക്ക് സമ്മറീസ് കേൾക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് പറയാം. ഇപ്പോൾ കുക്കു FMൽ 7 ഡേ ഫ്രീ ട്രയൽ ഉണ്ട്. ആൻഡ് ഈ ട്രയൽ പീരീഡിൽ പ്രീമിയത്തിൽ എന്തൊക്കെ ഫീച്ചർ ഉണ്ടോ അതെല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കും. ആദ്യം ഓട്ടോപേ സെറ്റ് ചെയ്യുമ്പോൾ ഒരു 2 രൂപ ഡെബിറ്റ് ആവും, ബട്ട് അത് അപ്പം തന്നെ തിരിച്ച് ക്രെഡിറ്റ് ആവുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് 7 ദിവസം യൂസ് ചെയ്തിട്ട് ഇഷ്ടമാണെങ്കിൽ പ്രീമിയം എടുക്കാം, ഇല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്യാം. വേറെ ഫീയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. പിന്നെ നമ്മളുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 50% ഡിസ്കൗണ്ടും കിട്ടുന്നതായിരിക്കും. ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ പിൻഡ് കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളുടെ വീഡിയോയിലേക്ക് കാണാം. ഇനി മറ്റൊരു കാര്യം പറയാം. ഇന്ന് നിങ്ങൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് പുറത്തിറങ്ങി എന്ന് കരുതുക. എത്ര ആളുകൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളെ കോംപ്ലിമെൻ്റ് ചെയ്യും? മാക്സിമം നമ്മളുടെ വിരലിൽ എണ്ണാവുന്ന അത്രയും ആളുകളെ ഉണ്ടാവുള്ളൂ, അല്ലേ? ഇനി അതേസമയം നിങ്ങളതൊരു ഫോട്ടോ എടുത്തിട്ട് ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്താലോ എത്ര ആളുകളാണ് അതിന് ലൈക്ക് ആൻഡ് കമൻറ്റ്സ് തരാം? സത്യത്തിൽ ഇങ്ങനെ ലൈക്ക് ലഭിക്കുന്നത് വളരെയധികം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മളുടെ അത്യാവശ്യം നല്ലൊരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ വേഗം പോയിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നത്. ലൈക്സ്, ഷെയർസ്, കമൻറ്റ്സ് ഇതൊക്കെ ലഭിക്കുമ്പോൾ വരുന്ന നോട്ടിഫിക്കേഷൻസ് നമ്മളുടെ ബ്രെയിനിനെ ട്രിഗർ ചെയ്യുകയും അതുവഴി ഡോപ്പമൈൻ റിലീസ് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഡോപ്പമൈൻ റിലീസ് കാരണം ഉണ്ടാകുന്ന സെൻസ് ഓഫ് പ്ലഷർ അല്ലെങ്കിൽ റിവാർഡ് നമ്മളെ കൂടുതൽ അതിന് അഡിക്റ്റീവ് ആക്കുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയ പലർക്കും ഒരു എസ്കേപ്പ് ഫ്രം റിയാലിറ്റി ഓപ്ഷനാണ്. റിയൽ ലൈഫ് സ്ട്രെസ്സിൽ നിന്നും ബോറടിയിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാനായിട്ട് പലരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇതുവഴി ഒരാളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കാതെ മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാനും സാധിക്കും. ഇതിനേക്കാൾ എല്ലാം ഡേഞ്ചറസ് ആയിട്ടുള്ള മറ്റൊരു ഫാക്റ്റ് ഉണ്ട്, കമ്പാരിസൺ. എങ്ങനെയാണെന്നല്ലേ? സപ്പോസ് നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഇടയ്ക്കിടെ ട്രിപ്പ് പോകുന്ന ഒരാളാണെന്ന് കരുതുക. അയാൾ പോകുന്ന ട്രിപ്പിൻ്റെ എല്ലാം ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ അയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാറുമുണ്ട്. നമ്മളത് കാണുമ്പോൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലൈഫ് അവരുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യാനും തുടങ്ങും. സത്യമല്ലേ? ഞാൻ ഇതുവരെ അങ്ങനെ എൻ്റെ ലൈഫ് കമ്പയർ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. പറയുമ്പോൾ ഈ കാര്യം സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇറ്റ്സ് എ സീരിയസ് മാറ്റർ. ഇങ്ങനെ കമ്പയർ ചെയ്യുന്നതിലൂടെ നമ്മളുടെ സന്തോഷം, സമാധാനം എല്ലാമാണ് കെടുത്തി കളയുന്നത്, ഇല്ലാതാക്കുന്നത്. അവർക്ക് ലഭിച്ചതിനേക്കാൾ ബെറ്റർ ആയത് ചിലപ്പോൾ നമുക്ക് ഉണ്ടാവും, പക്ഷേ നമ്മളതൊന്നും ഇങ്ങനൊരു മൈൻഡ് സെറ്റ് ഉണ്ടാകുമ്പോൾ കാണില്ല, ശ്രദ്ധിക്കില്ല. നിങ്ങൾ അറിയേണ്ട ഒരു സത്യമുണ്ട്. എല്ലാവരും അവരുടെ ജീവിതത്തിൻ്റെ നല്ല വശങ്ങൾ മാത്രമാണ് ആളുകളോട് പറയാനായിട്ട് ആഗ്രഹിക്കുക, സന്തോഷങ്ങളാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് മാത്രമാവില്ല അവരുടെ ജീവിതം. അവരും നമ്മളെപ്പോലെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും, ആൻഡ് മേ ബി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാവും. എന്നാൽ നമ്മളതൊട്ടും അറിയുകയുമില്ല. അതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ലൈഫ് മാത്രമാണ് ഇങ്ങനെ എന്ന് കരുതി നമ്മുടെ ലൈഫ് ഒരു പരാജയമാണെന്ന് കരുതുകയും ചെയ്യും.
നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല ആളുകളും സത്യത്തിൽ അവരുടെ ജീവിതം ഫേക്ക് ചെയ്തിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. ജീവിതത്തിൽ പല അഡ്വേഴ്സിറ്റീസും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അതെല്ലാം മറച്ചു പിടിക്കാൻ കൂടിയിട്ടാണ്, തങ്ങൾ അങ്ങനെയൊന്നുമല്ല എന്ന് ആളുകളെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ പലതും പോസ്റ്റ് ചെയ്യുന്നതൊക്കെ. ഇത് കണ്ട് വഞ്ചിതരാവുകയാണ് നമ്മളിൽ പലരും. പലപ്പോഴും സെലിബ്രിറ്റീസിനെല്ലാം അനുകരിച്ച് നമ്മളും നമ്മളുടെ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുണ്ടാവും അല്ലേ. പലരുടെയും ഹൈലൈറ്റ്സ് ഒക്കെ കണ്ടാൽ തന്നെ അവരെക്കുറിച്ചുള്ള ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ ശരിക്കും നല്ലതാണോ? നമ്മളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പബ്ലിക് ആക്കേണ്ടതുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. സോഷ്യൽ മീഡിയ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് യഥാർത്ഥത്തിലുള്ള സന്തോഷം തന്നെയാണോ? ശരിക്കും സോഷ്യൽ മീഡിയ പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാൾ നല്ല മൊമെൻറ്റ്സ്, ഹാപ്പിനെസ് എല്ലാം നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും തന്നെയല്ലേ ലഭിക്കുക? അത് കണ്ടെത്തുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ബോറടി മാറ്റാനായിട്ട് ഫോൺ എടുക്കാതെ തന്നെ മറ്റ് പല വഴികളും ഉപയോഗിച്ചുകൂടെ? സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണക്ട് ചെയ്യുന്ന ആളുകളേക്കാൾ നമ്മൾ കണക്ഷൻ കീപ്പ് ചെയ്യേണ്ടത് നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകളോടല്ലേ? ഇതൊക്കെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വെറുതെ ഇങ്ങനെ ചുമ്മാ ബോറടിച്ചിരിക്കുമ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊരു റീതിങ്ക് ചെയ്യാനുള്ള ഒരു കാരണം കൂടി ആവട്ടെ. സോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.